ഇതുപോലെ തന്നെ ഒരു ടൈം അപ്പോൾ തന്നെ അറിയാലോ. അതായത് ചില സമയത്ത് നേരെ ഓപ്പോസിറ്റും വരാം. അശ്വനിപാതം പോലെ നിലച്ചെറിയ സമയത്ത് ചില അസ്വസ്ഥതകൾ വരും. അപ്പോഴും നമ്മളവർക്ക് നമുക്കെന്തോ കാലക്കേട് വന്നില്ല, ഇന്ന് ആരെയും കണ്ടുകൊണ്ടാണ് ഇറങ്ങിയതെന്ന്. അതൊക്കെ ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല വിഡ്ഢിവേഷങ്ങളും പറയും. പക്ഷേ ദൈവബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നെഗറ്റീവ് അന്തരീക്ഷത്തിലൂടെയും ദൈവസാന്നിധ്യം ഉണ്ടാകും. വേൽക്കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തണൽ തേടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം, ആരെങ്കിലും ഒന്ന് സംസാരിക്കണം, ആരോടെങ്കിലും നിങ്ങളുടെ ഈ സങ്കടം ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒരു തണൽ വേണമെന്ന് പറയണത്, അതാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. ഒരു വേനൽക്കാലത്ത് വേറെ പ്രത്യേകത, നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ലായിരിക്കും ഇതിനകത്ത് സന്തോഷം ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത വചനം വായിച്ചേ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ വേനൽക്കാലത്തിന്റെ അടയാളം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ വരവാണ് വേനൽക്കാലം. ഇപ്പൊ നമ്മൾക്ക് വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് തണൽ നഷ്ടപ്പെട്ടു, ഒരു തണലിന് വേണ്ടി നമ്മൾ കെഞ്ചുന്നു, ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ ദുഃഖഭാരങ്ങളൊന്നും ഇറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓർക്കും. പക്ഷെ വേണ്ടത് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ? വേണ്ട ദൈവത്തെയാണ്. ദൈവം നമ്മളെ സന്ധിക്കാനും സംരക്ഷിക്കാനും വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേനൽക്കാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് തന്നെയാണ്, മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെ ഒരു തണൽ തേടുന്ന മനസ്സ് തണൽ കൊതിക്കുന്ന ഒരു സമയം വന്നാൽ കർത്താവ് അടുത്തുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം.